എല്ലാം തെളിവാണ്. ആരും വന്ന് ആൾക്കാർ തെളിയില്ലല്ലേ? നമ്മൾക്ക് പറയാം, ഓരോരോ ആൾക്കാരെ പറയാം. നീ വന്നില്ല, ഞങ്ങൾക്ക് തെളിവുണ്ട്. जय भारत माता, जय भारत माता, जय जय BM. 30 ജില്ല കാശിനു വേണ്ടി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കുണ്ടും കുഴിയും നോക്കാതെ വീട് പുലർത്താൻ നോക്കുമ്പോൾ വിചിത്രമായ സ്റ്റിക്കർ നിയമം. വിചിത്ര ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കുണ്ടും കുഴിയും നോക്കാതെ വീട് പുലർത്താൻ നോക്കുമ്പോൾ വിചിത്രമായൊരു സ്റ്റിക്കർ നിയമം. പിൻവലിക്കൂ സർക്കാരെ, സ്റ്റിക്കർ നിയമം വേണ്ടേ വേണ്ട. പാവപ്പെട്ട തൊഴിലാളികളെ ഞെക്കിപ്പിഴയും സർക്കാരെ. ജയ് BM, ജയ് ജയ് ഭാരത് മാതാ. भारत माता, जय जय BM, जय बोलो भारत माता, जय बोलो भारत माता, जय बोलो भारत माता, जय बोलो भारत माता, जय जय बोलो BM, जय बोलो BM, जय जय बोलो BM. जय बोलो BM. പ്രതിഷേധം BM. കുണ്ടും കുഴിയും നോക്കാതെ വീട് പുലർത്താൻ നോക്കുമ്പോൾ വിചിത്രമായ സ്റ്റിക്കർ നിയമം. പിൻവലിക്കൂ സർക്കാരെ. പ്രസിഡന്റ് ശ്രീ ദേവരാജൻ, ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ പ്രസന്നൻ, യൂണിറ്റ് സെക്രട്ടറി ഷൈജു, പ്രസിഡന്റ് പ്രശാന്ത്, മറ്റ് യൂണിറ്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട തൊഴിലാളി സഹോദരന്മാരെ, നമ്മളിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ദേവേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു. കേരളത്തിലെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 23 മുതൽ 28 വരെയുള്ള ഫെബ്രുവരി മാസം 23 മുതൽ 28 വരെയുള്ള 6 ദിവസങ്ങളിൽ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള തൊഴിലാളി പ്രക്ഷോഭം കേരളത്തിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അരങ്ങേറാൻ പോവുകയാണ്.
എല്ലാ പ്രിയപ്പെട്ട തൊഴിലാളികൾക്കും നമസ്കാരം. കേരള സംസ്ഥാന വ്യാപകമായി ഇന്ന് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒന്നാം തീയതി നടപ്പിൽ വരുത്തുന്ന സ്റ്റിക്കർ നിയമത്തിനെതിരെ, കാരണം വണ്ടിയുടെ പാസഞ്ചറിന് മുൻവശത്തായ ഒരു സ്റ്റിക്കർ പതിക്കണമെന്ന നമ്മുടെ ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കുകയാണ്. ഇത്രകാലവും നമ്മൾ ഓട്ടോ ഓടിച്ചിട്ട് ഇതുവരെ ഈ തരത്തിലുള്ള ഒരു വിചിത്രമായ നിയമം നടപ്പിൽ വന്നില്ല. പാവപ്പെട്ട തൊഴിലാളികളെ 30 രൂപയ്ക്ക് വേണ്ടി സംഘം ഒരു പ്രതിഷേധ ജാഥ നടത്തുകയാണ്. ഇതിനോട് അനുബന്ധിച്ച് തുടർന്നു വരുന്ന ദിവസങ്ങളിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും നമ്മുടെ കേരളം ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ഈ സ്റ്റിക്കർ നിയമം നടപ്പിൽ വരുന്നത് ഒരു കാരണവശാലും നമ്മൾ ഭാരതീയ മസ്ദൂർ സംഘത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. ഈ തരത്തിലെ ഒരു വിചിത്രമായ ഒരു നിയമവും കൊണ്ട് നമ്മുടെ സർക്കാർ തൊഴിലാളികളുടെ ഇടയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലാളികൾ മുഴുവൻ തെരുവിലിറങ്ങി ഇതിനെ തടയാൻ വേണ്ട ഒരു പ്രവർത്തനം നടത്തും എന്ന് തന്നെയാണ് ഭാരതീയ മസ്ദൂർ സംഘം ഇന്ന് സംസ്ഥാന വ്യാപകമായി ഈ പ്രതിഷേധത്തോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികൾ, ഇന്ന് ഈ കൊണ്ടുവരുന്ന നിയമം നമ്മുടെ പല ഭാഗങ്ങളിലായിട്ട് പലതരത്തിലും ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഈ ഒരു വ്യാപക പ്രതിഷേധത്തിനു വേണ്ടി നമ്മൾ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഭാരതീയ മസ്ദൂർ സംഘം. അപ്പോൾ ഇന്നത്തെ ഈ പ്രതിഷേധ ജാഥ നമ്മുടെ എല്ലാ തൊഴിലാളികളും നല്ല രീതിയിൽ അതിൽ പങ്കെടുത്തു. എല്ലാ തൊഴിലാളികൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഷേധം ഇനി ഭാവിയിലും തുടരാൻ വേണ്ടി നമ്മൾ എല്ലാവരും സജ്ജരാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആദ്യമായി എൻ്റെ വിനീത നമസ്കാരം. ഞാനിവിടെ ആശംസ പറയാൻ ആണ് എൻ്റെ കർത്തവ്യം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മിനിമം ചാർജ് 30 രൂപയിൽ നിന്ന് ഒരു വർധനവ് ആക്കിയും, അതുപോലെ ഈ സ്റ്റിക്കർ പതിക്കൽ ആ നിയമത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും മുന്നോട്ട് ഇല്ല, നമ്മളതിന് സമ്മതിക്കില്ല എന്നും ആണ് നമ്മുടെ ആവശ്യം. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ തലശ്ശേരിയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് കണ്ണൂർ ജില്ലാ BMS-ന്റെ പേരിലും എൻ്റെ പേരിലും ഇവിടെ എത്തിയ മുഴുവൻ BMS സഹോദരന്മാർക്ക് നന്ദി ആശംസ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുകയാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും